എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പുതിയൊരു വിഷയമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവത്തിന് നന്ദി. കാർഡുകളും കാർഡിയും തമ്മിലുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ അഥവാ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതായ ചില കാർഡുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, വളരെ പരിചിതമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ഒന്ന് റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കേണ്ടതായ ചില കാർഡുകളുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്കിൻ്റെതായ കാർഡുകൾ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ, നമ്മുടെ ഔദ്യോഗികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായ ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട്. മറ്റ് ഇതര ഓഫീസ് നിർവഹണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാർഡുകളുണ്ട്. അങ്ങനെ വിവിധ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടതായ രേഖകളും കാർഡുകളും ധാരാളമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഈ ഭൂമിയിൽ തുടരേണ്ടതിന്, ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടേണ്ടതിന് ഈ കാർഡുകളൊക്കെയും വളരെ അനിവാര്യമായിരിക്കുന്ന കാര്യം തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായ കാര്യങ്ങൾ ഞാനൊന്ന് രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു ഡോക്ടറെ കാണുവാനായിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ആ ഡോക്ടറുടെ ഞാൻ പുതിയൊരു കാർഡ് അല്ലെങ്കിൽ ചീട്ടാണ് ഞാൻ എടുത്തത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നേരത്തെ ചീട്ട് അല്ലെങ്കിൽ കാർഡ് ഫയൽ, നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായ ആ ഫയൽ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, അത് വീട്ടിൽ ഞങ്ങൾ വീടുകൾ മാറി മാറി താമസിക്കുന്നത് കൊണ്ട് ആ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു. ഉടനെ ആ ഡോക്ടർ വളരെ ഗൗരവത്തോടു കൂടി, വളരെ സീരിയസോടുകൂടി എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതായ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ നഷ്ടപ്പെട്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അത് കളഞ്ഞില്ലല്ലോ എന്നോട് ചോദിച്ചു. ഹേ മനുഷ്യ, പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവന് അപകടം വരുന്നതായ, നിങ്ങളുടെ ജീവിതത്തിന് പ്രാണഹാനി വരുത്തേണ്ടതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്, ആ ഫയൽ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ രേഖ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ രേഖകളൊക്കെ കൊണ്ടുവരണമെന്ന് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിസ്സാരമായി കാണുകയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനിവാര്യമായി കാണുകയും അത്യാവശ്യമായി കാണുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ജീവനെയോ നമ്മുടെ ആരോഗ്യത്തെയോ നാം സംരക്ഷിക്കാതെ പലപ്പോഴും നാം നിസ്സാര മട്ടിൽ അതിനെ കാണാറുണ്ട്. എന്നാൽ വളരെ സീരിയസോടു കൂടി ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കാർഡുകൾ വളരെ അനിവാര്യമാണ്, സൂക്ഷിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്, രേഖകൾ വളരെ ആവശ്യമാണ്. എന്നാൽ അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നേരത്തെ ആ വാക്കിൽ പറഞ്ഞതുപോലെ തന്നെ കാർഡ് അല്ലെങ്കിൽ കാർഡുകളും ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയ എന്നുള്ള പദം, കാർഡിയ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഹാർട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായ ചില കാർഡുകളുണ്ട്. വേദപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വേദപുസ്തകം ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ദയ, ഇന്ദ്രിജയം എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ഒരു ഹെൽത്ത് കാർഡിയ അല്ലെങ്കിൽ ഒരു നല്ല ഹെൽത്തായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ നല്ല ഒരു ആത്മീയൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടതായ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത് സ്നേഹത്തിൻ്റെതായ കാർഡ് നമ്മളിൽ ഉണ്ടാകണം. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കാർഡുകൾ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പരോപകാരത്തിൻ്റെതായ കാർഡുകൾ നമുക്കുണ്ടാകണം. വിശ്വസ്തതയുടേതായ കാർഡ് നമുക്കുണ്ടാകണം. ദയയുടേതായ, കാരുണ്യത്തിൻ്റെ, സൗമ്യതയുടേതായ കാർഡുകൾ നമുക്കുണ്ടാകണം. ഇത് ജീവിതത്തിലെ ഏറ്റവും വൈറ്റലായ, വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം തന്നെയാണ്. ഈ നമ്മുടെ ജീവിതം മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിലനിൽക്കുന്നിടം വരെ
ഈ ജീവിതത്തിൻ്റെ ഈ കാർഡുകൾ, സ്നേഹത്തിൻ്റെതായ കാർഡുകൾ, നല്ല ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി തീരണം. നല്ല സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദയയുടെ, കാരുണ്യത്തിൻ്റെ, സൗമ്യതയുടേതായ, ഇന്ദ്രിജയത്തിൻ്റെ, നിയന്ത്രണപൂരിതമായ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി മാറുക. നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഹൃദയം കപടതയുടെയും ദുഷ്ടതയുടെയും വക്രതയുടേതായ ഒരു ഹൃദയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. എന്നാൽ സമാധാനം വാഴുന്ന ഒരു ഹൃദയത്തെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം സന്തോഷത്തിൻ്റെ, അനേകർക്ക് സുഗന്ധം പരത്തുന്ന ഒരു കാർഡായി, ഒരു ഗുഡ് കാർഡിയായി, ഒരു ഗുഡ് ഹാർട്ടായി, നല്ല ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി മാറുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് കാർഡുകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാവർക്കും അനുഗ്രഹപ്രദമാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.